ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ വംശഹത്യ. ഹമാസിനെ തകർക്കാനെന്ന പേരിൽ കൂട്ടക്കുരുതിയാണ് ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. പലസ്തീൻകാരെ കൊലപ്പെടുത്താനുള്ള ഞെട്ടിപ്പിക്കുന്ന പദ്ധതി. പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത് നെതന്യാഹുവിനൊപ്പം പ്രവർത്തിച്ച ഉന്നതോദ്യോഗസ്ഥൻ തന്നെയാണ്. പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന ക്രൂരമായ പദ്ധതിയാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്നും അതിനായി ഗസയിലേക്കുള്ള അവശ്യസാധനങ്ങളുടെയും വെള്ളത്തിന്റെയും ഔഷധങ്ങളുടെയും ലഭ്യത ഇല്ലാതാക്കിയെന്നും ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. എന്നാൽ പദ്ധതി തുടരാൻ IDF വിസമ്മതിച്ചെന്നും ആ ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞിരുന്നു. ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ കേട്ടത്. പിന്നാലെ ഇതാ മറ്റൊരു ക്രൂരതന്ത്രത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഹമാസിനെ തകർക്കലല്ല ഇസ്രയേലിന്റെ ലക്ഷ്യം, പലസ്തീൻ ജനതയെ തുടച്ചു നീക്കുകയാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. അത് തെളിയിക്കുന്ന കൂടുതൽ സംഭവങ്ങളും വരുന്നുണ്ട്. പലസ്തീനികളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കാൻ ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ച തന്ത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണിത്. കരയുന്ന കുട്ടികളുടെയും സഹായത്തിന് നിലവിളിക്കുന്ന സ്ത്രീകളുടെയും ശബ്ദങ്ങൾ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. ഡ്രോണുകളിൽ നിന്ന് ഇത്തരം ശബ്ദങ്ങൾ കേൾപ്പിക്കും. അത് കേട്ട് വീടുകളിൽ നിന്നും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും പുറത്തിറങ്ങുന്നവർക്ക് നേരെ ഡ്രോണുകളിൽ നിന്ന് തന്നെ വെടിവെക്കും. ഈ രീതിയാണ് ഇസ്രയേൽ പിന്തുടരുന്നത്. മനുഷ്യാവകാശ സംഘടനയായ യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിന്റെ ഭാരവാഹിയും മാധ്യമപ്രവർത്തകയുമായ മാഹ ഹുസൈനിയാണ് അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഗാസയിലെ നുസൈറത്തിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടെ കണ്ട പലസ്തീനികളിൽ പലരും ഇതേ അനുഭവം തന്നെ പറഞ്ഞതായും മാഹ ഹുസൈനി പറഞ്ഞു. ആശുപത്രികളുടെ രേഖകളിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹായത്തിനായി നിലവിളിക്കുന്ന സ്ത്രീകളുടെ ശബ്ദം കേട്ട് എന്താണെന്നറിയാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെടിയേറ്റ നിരവധി പേരുടെ അനുഭവങ്ങളുണ്ടെന്നും വെടിവെച്ച് കൊല്ലാൻ ആളുകളെ കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിലായിരുന്നുവെന്നും അവർ പറഞ്ഞു. അമ്മയെ വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുഞ്ഞിന്റെ ശബ്ദമോ സഹായത്തിനായി നിലവിളിക്കുന്ന സ്ത്രീയുടെ ശബ്ദമോ കേട്ട് പുറത്തിറങ്ങിയതായി ഗാസയിലും ഖാൻ യൂനിസിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ആളുകൾ പറഞ്ഞു. ഒപ്പം പലസ്തീനികൾ എതിർത്താൽ കൊല്ലുമെന്നത് ഉൾപ്പെടെയുള്ള ഭീഷണികളും ഇങ്ങനെ ഡ്രോണുകളിലൂടെ കേൾപ്പിച്ചു. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി ഇത്തരം ആവശ്യങ്ങൾക്കായി ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. ആളുകളെ നിരീക്ഷിക്കാനും ആക്രമണം നടത്താനും ഒരുപോലെ ഇത് ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ചു. ഗാസയിലെ അൽ റഷീദ് സ്ട്രീറ്റിൽ ഭക്ഷണം ശേഖരിക്കാനായി ഒത്തുകൂടിയ നൂറുകണക്കിന് പേർക്ക് നേരെ ജനുവരിയിൽ ഡ്രോണുകൾ വെടിയുതിർത്തിരുന്നു. അറബിക്, ഹിബ്രു ഭാഷകളിലുള്ള പാട്ടുകളും ടാങ്കുകൾ ഓടുന്നതിന്റെ ശബ്ദവും സാധനങ്ങൾ വിൽക്കാൻ എത്തുന്ന കച്ചവടക്കാരുടെ ശബ്ദവുമെല്ലാം ഇത്തരത്തിൽ ഡ്രോണുകളിൽ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.